കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമാകാൻ പദ്ധതികൾ തയ്യാറാക്കുകയാണ് BJP എന്ന ഒരു പുതിയ വിവരം കൂടി വരുന്നുണ്ട്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ PK കൃഷ്ണദാസിന് ചുമതല നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥലങ്ങളിൽ നിരന്തരം നേരിട്ടിറങ്ങി പ്രചാരണം സജീവമാക്കണം എന്ന ധാരണയുമാണ് മുന്നോട്ട് വരുന്നത്. പ്രശാന്ത് കൃഷ്ണൻ ആ വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, BJP സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അത് നേതൃത്വത്തിന് പരിപൂർണമായി അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടമല്ല എങ്കിൽ പോലും പലയിടത്തും വോട്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കണ്ണൂർ മേഖലയിൽ, കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും അതിർത്തി മേഖലകളായ കരിവള്ളൂരടക്കമുള്ള മേഖലകൾ, ആന്തൂരിലടക്കം BJPക്ക് അപ്രതീക്ഷിതമായി, പാർട്ടി പ്രവർത്തനം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായി വലിയ തോതിൽ വോട്ട് കൂടുന്ന സ്ഥിതിയും ഉണ്ടായി. ഏത് തരത്തിൽ ആ മേഖലകളിൽ ഫോക്കസ് ചെയ്യാനാണ്, എങ്ങനെയാണ് BJPയുടെ പുതിയ പദ്ധതി? രതീഷ്, BJPക്ക് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വർധന, അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അത്തരത്തിലുള്ള വലിയ വോട്ട് വർധന ഉണ്ടായി എന്നത് CPMനുണ്ടാകുന്ന മൂല്യച്യുതികൾ അത് BJPയുടെ വളർച്ചയ്ക്ക് കാരണമാക്കുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കുന്നതിന് വേണ്ടി BJPയുടെ മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷനുമായ PK കൃഷ്ണദാസിനെ ചുമതലപ്പെടുത്തി. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 80,000-ത്തിലധികം വോട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP വർധന ഉണ്ടാക്കിയത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് BJPയുടെ വോട്ട് ഇരട്ടിയായി. 9,000 ആയിരുന്നത് 18,000-ആയി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിൽ BJPയുടെ വോട്ട് ഇരട്ടിയായി. കണ്ണൂർ ജില്ലയിലാകെ 11 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. ഈ ഇവിടങ്ങളിലാകെ തന്നെ BJP ഏകദേശം ഇരട്ടിയോളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMന്റെ കോട്ടകളിൽ BJPക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ CPMന്റെ അടിസ്ഥാന വോട്ടുകളായ ഹിന്ദു വോട്ടുകൾ ചോരുമ്പോൾ അത് BJPയിലേക്കാണ് വന്നു ചേരുന്നത്. കോൺഗ്രസിനല്ല ആ നേട്ടമുണ്ടാകുന്നത് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പ്രവർത്തനം ശക്തമാക്കാൻ ഈ അടുത്തിടെ BJPയുടെ ഒരു ബൂത്ത് കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ അവിടെ CPMന്റെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ യോഗം പുനരാരംഭിക്കാനും വീണ്ടും സംഘടിപ്പിക്കാനുമെല്ലാം അവർക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ വളർച്ചയുണ്ട്. അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവിന് തന്നെ ചുമതല നൽകിക്കൊണ്ട് BJP പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസിന് തന്നെ ചുമതല നൽകിക്കൊണ്ട് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് മേഖലകളിൽ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള തീരുമാനമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ BJPയിൽ ഉണ്ടാകുന്നത്.